ഹായ്, അനുമോൾ ഷാനവാസ് ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ലൈവിലും അതുപോലെ ഇന്നലെ എപ്പിസോഡിലെല്ലാം നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇവർ തമ്മിലുള്ള സംസാരം, അതായത് സ്നേഹത്തോടെ ഇവർ രണ്ടുപേരും കുസൃതി കാണിക്കുമ്പോൾ എന്ത് രസമാണ് കണ്ടിരിക്കാൻ. ഇന്ന് ലൈവിൽ ഇവർ രണ്ടുപേരും വെസൽ ടീമിലാണ്. അവർ തമ്മിലുള്ള ആ വഴക്ക്, അതായത് സീരിയസ് ആയിട്ടുള്ള വഴക്കല്ല, തമാശയ്ക്ക് അനുമോൾ ഷാനവാസിനെ ചൊറിയുന്നു, ഷാനവാസ് തിരിച്ചു കയറി മാന്തുന്നു. പക്ഷെ അത് രസമായിട്ടാണ് രണ്ടുപേരും കൊണ്ടുപോകുന്നത്. ഷോനവാസ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ കളിയാക്കുന്നു. അവിടെ ഷാനവാസ് പാത്രം കഴുകി വെക്കുന്നു. പാത്രം കഴുകിയത് ശരിയായില്ല, അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അനുമോൾ കളിയാക്കുന്നു. അതിന് തിരിച്ച് ഷാനവാസ് പറയുന്നു. പക്ഷെ രസമാണ് കണ്ടിരിക്കാൻ. അവർ തമ്മിലുള്ള ആ കോംബോ വളരെ രസകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എപ്പിസോഡിൽ എന്ത് രസമായിട്ടാണ് നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം ഫീൽ ചെയ്തത്. അതിമനോഹരമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് അത് തന്നെയായിരുന്നു. അതായത് അനുമോൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കരയില്ല എന്ന്. പക്ഷെ അനുമോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനവാസ് അത് ഇന്നലെ ചോദ്യം ചെയ്യുന്നു. അതായത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ് ഇന്നലത്തെ ടാസ്ക്. അവിടെ അനുമോളാണ് വിന്നറായി വരുന്നത്. ഷാനവാസ് ആണ് ചോദ്യം ചോദിച്ചത്. നിങ്ങൾ പുറത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കരയില്ല എന്ന്. നിങ്ങൾ ബിഗ് ബോസിൽ വെച്ച് ഫുൾ കരച്ചിലായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അനുമോള് എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നു, അപ്പോൾ ആ പറഞ്ഞത് വെറുതെയാണോ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡ് ആണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ വിഷയം കഴിയുന്നു. ഇതിനുശേഷം അനുമോളും ഷാനവാസും കൂടി ഒരു സംസാരമുണ്ട്. എന്ത് രസമായിട്ടാണ് ഫീൽ ചെയ്തത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമാശകൾ പറഞ്ഞ്, അതായത് കളിയാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ബിഗ് ബോസിനെ തൊട്ട് സത്യം ചെയ്യൂ, തലച്ചോറിൽ വെച്ച് സത്യം ചെയ്യൂ, തലയിൽ വെച്ച് സത്യം ചെയ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് രസകരമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവർ മുന്നോട്ട് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഇവരുടെ ആ ഒരു സ്നേഹബന്ധം വളരെ ഇഷ്ടമായി. തീർച്ചയായും ഇവരൊരു കോംബോ ആവണമെന്നോ ഇവർ തമ്മിൽ ഒരുമിച്ച് കളിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ രസകരമാണ്, നമുക്ക് കാണാൻ തന്നെ ഒരു സുഖമാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എടുത്തു പറയുന്നത് ഷാനവാസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഷാനവാസ് എത്ര രസകരമായിട്ടാണ് അനുമോളോട് സംസാരിച്ചത്. ഇന്നലത്തെ എപ്പിസോഡിലും ഇന്ന് ലൈവിലും കണ്ടാൽ നിങ്ങൾക്കറിയാം എന്ത് രസമായിട്ടാണ് അനുമോളോട് ഷാനവാസ് സംസാരിക്കുന്നത്. അതായത് സ്നേഹത്തോടെ ഷാനവാസിനെ ചൊറിഞ്ഞാലും ഷാനവാസ് മാന്തില്ല. ഷാനവാസ് ആ സ്നേഹത്തോടെ മറുപടി കൊടുക്കൂ. വളരെ സ്നേഹത്തോടെയാണ് എനിക്ക് ഇന്നലെ രണ്ടുപേരുടെയും പെരുമാറ്റം ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അതിനുശേഷം അനീഷ്, ഷാനവാസ്, അനുമോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതും വളരെ രസകരമായിരുന്നു. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഇവരോട് ആരോടും ഒരു ദേഷ്യം ഉണ്ടാവില്ല, സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ പറയുന്ന അനുമോൾ ഷാനവാസ് സംസാര രീതി. ഗംഭീരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.